നമ്മൾ ഈ പ്രകൃതിയിലെ പ്രതിഭാസങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അനേക ചാക്രിക പ്രതിഭാസങ്ങളെ നമുക്കിവിടെ കാണാം. സൂര്യനെ ആശ്രയിച്ചിട്ടാണ് ദിനരാത്ര ചക്രം കറങ്ങണത്. സൂര്യവെളിച്ചം ഉള്ളപ്പോൾ പകല്, സൂര്യവെളിച്ചം അസ്തമിക്കുമ്പോൾ ഇരുട്ട്, വീണ്ടും ഇരുട്ട് മാറുന്നു, സൂര്യൻ വരുമ്പോൾ പകല് വരുന്നു. ഒരു ചക്രിക പ്രോസസ്സാണ്. രാത്രിയുടെയും പകലിൻ്റെ അവിടെ സെൻറ്റർ പോയിൻ്റ് എന്ന് പറയുന്നത് സൂര്യനാണ്. അടുത്ത ചക്രിക പ്രതിഭാസമാണ് കാലാവസ്ഥ. 4 ഋതുക്കളാണ്: മഴക്കാലം, മഞ്ഞുകാലം, കാറ്റുകാലം, വേനൽക്കാലം. ഈ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ അതിനനുസരിച്ച് 4 ഋതുക്കളിലൂടെ കടന്നു പോകണം. ആ 4 ഋതുക്കൾക്ക് ശേഷം നമുക്കറിയാം ഈ 4 ഋതുക്കളുടെയും ഒരു ചക്രികം, തനിയാവർത്തനമാണ് നടക്കുന്നത്. അതൊരു ചക്രിക പ്രോസസ്സാണ്. അടുത്ത ചക്രിക പ്രക്രിയയാണ് ജനന മരണ ചക്രം. ജനിക്കുന്നു, കുട്ടിയായിട്ട് നമ്മൾ ജനിക്കണു. അപ്പോൾ ആ ശൈശവ ശരീരം, അതിനുശേഷം യുവ ശരീരത്തിലേക്ക് പോവാണ്, പിന്നീട് വൃദ്ധ ശരീരത്തിലേക്ക്. വൃദ്ധ ശരീരത്തിൽ നിന്ന് വീണ്ടും മരണം ഉണ്ടാകണം. മരണത്തിന് ശേഷം വീണ്ടും ആത്മാവ് അല്ലേ, ശൈശവ ശരീരം, അമ്മയുടെ ഗർഭത്തിലേക്ക് പോകണം. അപ്പം ജനന മരണത്തിൻ്റെ ചക്രം എന്ന് പറയണത് ജനിക്കുക, മരിക്കുക, മരണത്തിന് ശേഷം വീണ്ടും ആത്മാവ് അടുത്ത്. അതൊരു തനിയാവർത്തന ആണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഈ സൈക്ലിക് പ്രോസസ്സുകൾക്കൊപ്പം ഇതുപോലെ നടക്കുന്ന കാലചക്രത്തെ, യുഗ പരിവർത്തന ചക്രത്തെയാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോണത്.